പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവരെയും സ്നേഹിക്കാനും കെയർ ചെയ്യാനൊക്കെ നമ്മൾ എപ്പോഴും സമയം കണ്ടെത്താറുണ്ടല്ലേ? എന്നാൽ എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളോട് തന്നെ ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മളെ സന്തോഷിപ്പിക്കാൻ മറ്റൊരാൾ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുക. ഒന്ന് ഓർത്തു നോക്കൂ, ഏതൊരു കാര്യവും മറ്റുള്ളവർക്ക് കൊടുത്ത് അവർക്ക് മുൻഗണന നൽകി ഏറ്റവും അവസാനമല്ലേ നമ്മുടെ കാര്യം നമ്മൾ നോക്കാറുള്ളൂ. ഇനി മുതൽ നിങ്ങൾക്ക് തന്നെ കുറച്ചുകൂടി പ്രിഫറൻസ് നൽകുക എന്ന് കരുതി മറ്റുള്ളവരെ പരിഗണിക്കരുത് എന്നല്ല. നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇടയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ മേടിച്ച് ഇടയ്ക്ക് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ആ ഗിഫ്റ്റ് നൽകുക. ഇടയ്ക്കെല്ലാം നിങ്ങൾക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ വാങ്ങി നിങ്ങളെ തന്നെ നിങ്ങൾ സന്തോഷിപ്പിക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സോ അല്ലെങ്കിൽ ക്രീമോ അതൊക്കെ മേടിച്ച് നിങ്ങളതൊക്കെ ഒന്നിട്ട് നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി ആ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് വല്ലാത്ത സ്നേഹം തോന്നില്ലേ? ആ കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് നിങ്ങളെ സ്വയം കെട്ടിപ്പിടിച്ചേ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നും അല്ലേ? അപ്പം നമ്മളെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം. അതുപോലെ മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് ചിന്തിച്ച് നോ പറയേണ്ട പല സാഹചര്യങ്ങളിലും നമുക്കതിന് കഴിയാറില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന ഏതൊരു കാര്യത്തോടും നോ പറയാൻ മടിക്കരുത്. നമ്മളെല്ലാം മനുഷ്യരാണ്. ചിലപ്പോൾ പല തെറ്റുകളും നമുക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഒരു തെറ്റുകാരനോ അല്ലെങ്കിൽ തെറ്റുകാരിയോ ആയി ഒന്നും ജീവിക്കേണ്ട കാര്യമില്ല. നമ്മൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ തെറ്റുകളൊക്കെ തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ ആ വ്യക്തി കാരണമല്ലേ എനിക്കിങ്ങനെ സംഭവിച്ചത് എന്നൊന്നും ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക. അതുപോലെ ആരോടും മത്സരിക്കാതിരിക്കുക. ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ. ഈ പ്രകൃതിയിൽ എത്രമാത്രം ചെടികളും പൂക്കളുമാണ് വളരുന്നത്. അവ ഒരിക്കലും മറ്റൊരു ചെടിയെയോ പൂവിനെയോ നോക്കി മത്സരിക്കാറില്ല. അത് സ്വയം അതിൻ്റെ കഴിവുകൊണ്ട് വളരുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും കൂടെയുണ്ടാവുക നിങ്ങൾ മാത്രമാണ്. എപ്പോഴും പോസിറ്റീവായിരിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക.